കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏകദേശം 1943 പ്രവർത്തനം ആരംഭിച്ച നിലവിൽ കൃഷി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്പെഷ്യൽ ഫാമുകളിൽ ഒന്നായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഫാമാണ് ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി. എന്തായാലും ചരിത്രമുറങ്ങുന്ന ഈ ഫാമിന് നല്ലൊരു പഴയകാല ചരിത്രം വിളിച്ചോതുവാനുണ്ട്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണും ജൈവ വൈവിധ്യവും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ലോകത്തിലെ തന്നെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നെല്ലിയാമ്പതി. ചരിത്രമുറങ്ങുന്ന നെല്ലിയാമ്പതിയുടെ മണ്ണിൽ ചരിത്ര നേട്ടവുമായി ഒരു സർക്കാർ ഫാം. ഓറഞ്ച് ഉൾപ്പെടെ 50-ലധികം ഫലവർഗ്ഗങ്ങളുടെ കൃഷി, 10 ഹെക്ടറിൽ 20ഓളം ശീതകാല പച്ചക്കറികളുടെയും 14 ഏക്കറിൽ മറ്റു പച്ചക്കറികളുടെയും കൃഷി, പഴം പച്ചക്കറികളിൽ നിന്നും 67 തരം മൂല്യവർദ്ധിത ഉത്പന്നങ്ങളുടെ നിർമ്മാണം, ഓറഞ്ച് ഗ്രാഫ്റ്റ്, പാഷൻ ഫ്രൂട്ട് തൈകൾ ഉൾപ്പെടെ 3 ലക്ഷത്തോളം നടീൽ വസ്തുക്കളുടെ പ്രതിവർഷ ഉത്പാദനം, 5 ഏക്കറിൽ ഫാം ടൂറിസം, പുതിയ വിളകളുടെ പരീക്ഷണവും വിളവിസ്തൃതി വ്യാപനവും, പോളിഹൗസ്, ഓപ്പൺ പ്രിസിഷൻ, പരിസ്ഥിതി സൗഹൃദ കൃഷി, വിവിധ അലങ്കാര ചെടികളുടെയും ഫലവിളകളുടെയും ജനിതക ശേഖരം, നടീൽ മുതൽ മൂല്യവർദ്ധനവ് വരെയുള്ള മേഖലകളിൽ പരിശീലനം, ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ മികച്ച വരുമാനവും നേട്ടങ്ങളുടെ പട്ടികയുമായി മുന്നേറുകയാണ് നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏകദേശം 1943 പ്രവർത്തനം ആരംഭിച്ച നിലവിൽ കൃഷി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്പെഷ്യൽ ഫാമുകളിൽ ഒന്നായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഫാമാണ് ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി. കേരളത്തിൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന ഏക ഫാം കൂടിയാണ് നെല്ലിയാമ്പതി ഫാം. ഇവിടുത്തെ ഓറഞ്ച് കൃഷി മുൻകാലങ്ങളിൽ ഏറ്റവും പ്രശസ്തവും പേരുകേട്ടതുമാണ്. ഇവിടുത്തെ പഴമക്കാരായ ആളുകൾ ഇവിടെ നിന്ന് ഓറഞ്ച് തിന്ന് വിശപ്പകറ്റിയിരുന്നൊരു കാലത്തെക്കുറിച്ചും, അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാർക്ക് ട്രക്കുകളിൽ ഇവിടുന്ന് ഓറഞ്ചും ശീതകാല പച്ചക്കറികളൊക്കെ പോയിരുന്ന കഥകളും, അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ഇവിടുത്തെ മാൻഡറിൻ ഓറഞ്ച് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പഴമക്കാരായ ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്തായാലും ചരിത്രമുറങ്ങുന്ന ഈ ഫാമിന് നല്ലൊരു പഴയകാല ചരിത്രം വിളിച്ചോതുവാനുണ്ട്. ഇന്നും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ടൂറിസം കേന്ദ്രമാണ് നെല്ലിയാമ്പതി. അതിലെ ഏറ്റവും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ ഓറഞ്ച് ഫാം. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണും ജൈവ വൈവിധ്യവും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ലോകത്തിലെ തന്നെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നെല്ലിയാമ്പതി. ഈ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തെ ഏറ്റവും സെൻട്രൽ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫാം ഏറ്റവും ശ്രദ്ധേയമായ സഞ്ചാരികളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഇന്ന്. ചിരകാല പ്രൗഢിക്കൊപ്പം ആധുനിക കൃഷി സമ്പ്രദായങ്ങളും മൂല്യവർദ്ധന സംരംഭങ്ങളും ഫാം ടൂറിസവും കോർത്തിണക്കി നെല്ലിയാമ്പതിയുടെ ഹൃദയഭാഗത്ത് തിലകക്കുറിയായി തലയെടുപ്പോടെ 208 ഹെക്ടറിലാണ് ഫാം നിലകൊള്ളുന്നത്. ഈ ഫാം 1943 പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫാമുകളിൽ ഒന്നാണ് ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി. ഈ ഫാമിൽ ഒറിജിനലി 339 ഹെക്ടർ ആയിരുന്നെങ്കിലും ട്രൈബൽ മിഷൻ്റെ ഭാഗമായി ആദിവാസികൾക്ക് പുനരധിവാസത്തിൻ്റെ ഭാഗമായി അവർക്ക് കൊടുത്തതും ഇവിടുത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകൾക്കുമൊക്കെ സ്ഥലങ്ങൾ കൊടുത്ത് KTDCക്ക് കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നിലവിലിപ്പോൾ നമുക്ക് 208 ഹെക്ടർ സ്ഥലമാണ് ഈ ഫാമിൻ്റെ കൈവശമുള്ളത്. അതിലേകദേശം 175 ഹെക്ടറോളം സ്ഥലത്തും നമ്മൾ കൃഷി ചെയ്തു വരികയാണ്. ഇനി തരിശായി കിടക്കുന്ന വളരെ കുറച്ച് സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഫെൻസിങ്ങും മറ്റ് സംവിധാനങ്ങളും കൂടെ ആവുന്നതോടുകൂടെ മുഴുവൻ സ്ഥലവും കൃഷിയോഗ്യമാക്കി മാറ്റാൻ ഉള്ള ശ്രമത്തിലാണ്
ഫാമിൽ ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് ഉൾപ്പെടെ 50ഓളം സ്വദേശിയും വിദേശിയുമായ ഫലവർഗ്ഗങ്ങളുടെ കൃഷി, അവയുടെ നടീൽ വസ്തുക്കളുടെ ഉത്പാദനം, പഴങ്ങളിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉത്പാദനം എന്നിവയാണ് ഫാമിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന്. ഫാമിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ കൃഷി ആരംഭിച്ച്, എന്നാൽ ഇടയ്ക്ക് നാമാവശേഷമായി വീണ്ടും പുനരുജ്ജീവനമേകിയ ഓറഞ്ച് കൃഷിയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ വിള. 2018-19 മുതൽ രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത ഓറഞ്ചുകളാണ് ഇപ്പോൾ ഫാമിലുള്ളത്. എല്ലാ വർഷവും നമ്മൾ പുതുതായി പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ കഴിഞ്ഞ വർഷം പ്ലാന്റ് ചെയ്തത് ഉൾപ്പെടെ 7000 ഓറഞ്ച് പ്ലാന്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓറഞ്ചിൻ്റെ നെല്ലിയാമ്പതി തന്നെ മുമ്പുണ്ടായിരുന്ന നെല്ലിയാമ്പതി നാടൻ മാൻഡറിൻ ഇനമാണ്, അതുപോലെ തന്നെ കൂർഗ് മാൻഡറിൻ, നാഗ്പൂരിൽ നിന്നും കൊണ്ടുവന്നുള്ള ഹൈബ്രിഡ്സ്, അങ്ങനെ 2-3 ഇനത്തിൽപ്പെട്ട ഓറഞ്ചുകൾ ഇവിടെ ഫാമിലുണ്ട്. ഓറഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു സീസൺ ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലാണ്. ഇപ്പോൾ ഈ പിഞ്ച് കായകളായിട്ട് കാണുന്നത് നമ്മൾ ഓറഞ്ച് കായ്ച്ച് നമുക്കൊരു ഫെബ്രുവരി എൻഡ് മാർച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കായ്കളാണ് ഇപ്പോൾ ഉള്ളത്. ഓറഞ്ച് തീവ്രമായ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ളൊരു വിളയാണ് ഇപ്പോൾ. ഓറഞ്ച് കലർന്ന പച്ച പുറംതൊലിയാണ് മാൻഡറിൻ ഓറഞ്ചിന്റെ വിളവെടുപ്പ് പാകം. ഫെബ്രുവരി പകുതിയോടെ ഓറഞ്ച് വിളവെടുക്കാറാകും. സമശീതോഷ്ണ കാലാവസ്ഥയിൽ വളരുന്ന ഓറഞ്ചിന് രോഗകീടബാധകൾ ഏൽക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. കൊമ്പുകോതൽ, ജൈവ കൃഷിരീതികൾ അനുവർത്തിക്കൽ, സൂക്ഷ്മമൂലകങ്ങളുടെ പ്രയോഗം ഉൾപ്പെടെ മികച്ച പരിപാലന മാർഗങ്ങളിലൂടെയാണ് ഈ വെല്ലുവിളി മറികടന്ന് ഓറഞ്ച് മരങ്ങൾ ആരോഗ്യത്തോടെ ഇവിടെ വളരുന്നത്. ഓറഞ്ച് മരങ്ങളുടെ ചുവട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ജൈവ പുതയായി നട്ടതാണ് VU5 പയർച്ചെടികൾ. പുഷ്ടിയോടെ വളർന്ന പയർച്ചെടികൾ ചുവട്ടിൽ ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തിയെന്ന് മാത്രമല്ല, നല്ല വിളവ് നൽകി അധിക വരുമാനവും സാധ്യമാക്കി. 5 ചതുരശ്ര മീറ്റർ ഇടയകലത്തിൽ നട്ട ഓറഞ്ച് തോട്ടങ്ങളിലെ ഒരു തുണ്ട് ഭൂമി പോലും പാഴാകാതെ ശീതകാല പച്ചക്കറി ഉൾപ്പെടെയുള്ള വിളകളുടെ ഇടവിള കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് വിജയിച്ചതും ഏറെ ശ്രദ്ധേയം. ഇത് കുന്നത്തുപാടി ബ്ലോക്കിലെ ഓറഞ്ച് തോട്ടമാണ്. ഹൈടെക് രീതിയിലുള്ള ശീതകാല പച്ചക്കറി കൃഷി ഉൾപ്പെടെ വിവിധ ഇനം ഇടവിളകൾ ആദ്യമായി വിജയകരമായി കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിന്റെ തിരക്കിലാണ് തൊഴിലാളികൾ. പച്ചക്കറി, കൊക്കോ, കാപ്പി എന്നിവ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി ഇവിടെ കൃഷി ചെയ്തു വരുന്നത് ഓപ്പൺ പ്രിസിഷൻ രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. പ്രധാനമായും ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ്, ബീട്രൂട്ട്, സ്വീറ്റ് കോൺ, അതുപോലെ തന്നെ റാഡിഷ്, എല്ലാവിധ പച്ചക്കറി ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഒരു ഇഞ്ച് പോലും വിടാതെ ഇടവിളകളായി കാപ്പി, അതിൻ്റെ കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യമായി തന്നെ നമ്മളിവിടെ കവുങ്ങ് പരീക്ഷിച്ചത് നമ്മുടെ ഈ ബ്ലോക്കിലാണ്. അതുപോലെ തന്നെ വാഴയും ഇവിടെ തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. 27 ഹെക്ടറിൽ പുതിയ ഇടവിള കൃഷി പരീക്ഷണങ്ങൾ വിജയിച്ച സന്തോഷം ഏവരിലും പ്രകടമാണ്. പച്ചക്കറി കൃഷി, ശീതകാല പച്ചക്കറി കൃഷി നമ്മളിപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ ശേഷം നമ്മൾ തുടങ്ങിയതാണ്. പച്ചക്കറി നല്ലൊരു ഭയങ്കര വിജയകരമായിട്ടാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയത്. എല്ലാം പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള നവീകരണമായിട്ടുള്ള വളപ്രയോഗങ്ങളും മറ്റുള്ളതും കൊടുത്തുകൊണ്ടാണ്, നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എല്ലാ രീതിയിലും പച്ചക്കറികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു വിജയമായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അത് ഇവിടെ ഒരു നല്ലൊരു ടീം വർക്കായിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായാലും ശരി, എല്ലാവരും നല്ലൊരു സപ്പോർട്ടും, അതുപോലെ ഞങ്ങൾ തൊഴിലാളികളുടെ എല്ലാവരുടെയും കഠിനാധ്വാനം കൂടി ചേർത്ത് നല്ലൊരു റിസൾട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഏറ്റവും മധുരമുള്ള ഓറഞ്ച് വിളഞ്ഞിരുന്ന കുരിശുകുന്ന് ബ്ലോക്കിലെ പുതിയ തോട്ടമാണിത്. IIHRൽ നിന്നും പുതുതായി എത്തിയ 1000 കൂർഗ് മന്ദാരിൻ ഗ്രാഫ്റ്റ് തൈകൾ തൊഴിലാളികളുടെ അതീവ ശ്രദ്ധയോടെയുള്ള പരിചരണത്തിൽ ആരോഗ്യത്തോടെ വളരുന്നു. ഓറഞ്ചിനും വിവിധ നാരക ഇനങ്ങൾക്കുമൊപ്പം ഓറഞ്ച് കുടുംബാംഗമായ മുസമ്പിയുടെ ഒരു കൃഷി പരീക്ഷണത്തോട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫാമിൽ ഓറഞ്ചും നാരങ്ങ വിളകളായിട്ട് കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാമിൽ ആദ്യമായിട്ടാണ് നമ്മൾ മുസമ്പി കൃഷി തുടങ്ങിയത്. 2021 100-ൽ കൂടുതൽ തൈകൾ നമ്മൾ ഏറ്റവും പുതിയൊരു ഏരിയ കാട് വെട്ടി തെളിച്ച്
അവിടെ മുസമ്പിൻ്റെ കൃഷി തുടങ്ങിയത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവിടെ വളരുന്നുണ്ട്. ഓറഞ്ച് പോലെ തന്നെ മുസമ്പിയും ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജ്യമായതാണ്. ഇതിപ്പോൾ മുസമ്പി എല്ലാം ഫ്ലവർ ചെയ്ത് കായ് പിടിച്ച് നിൽക്കുകയാണ്. ഏകദേശം ഫെബ്രുവരി ആകുമ്പോൾ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഏകദേശം നല്ല ഈൽഡ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റിൽ മുസമ്പിൻ്റെ സ്കോഷ് ഇറക്കാനുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് തുടങ്ങിയത്. ഓറഞ്ച് കഴിഞ്ഞാൽ ഫാമിലെ പ്രധാന വിള പാഷൻ ഫ്രൂട്ടാണ്. 25 ഏക്കറിൽ വിവിധ ബ്ലോക്കുകളിലായി പാഷൻ ഫ്രൂട്ട് വളരുന്നു. IIHR-ൽ നിന്നുള്ള കാവേരിയും നാടൻ ഇനവുമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഏറെ ജനപ്രിയമായ 5 പാഷൻ ഫ്രൂട്ട് ഉത്പന്നങ്ങളും ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഫാം കാണാനെത്തുന്ന സന്ദർശകരുടെ നടവഴികളിൽ പാഷൻ ഫ്രൂട്ട് പന്തലുകളുടെ തണൽ നൽകുന്ന കുളിർമയും എടുത്തു പറയാതെ വയ്യ. ഇവിടെ പ്രധാനപ്പെട്ട ഇത് വന്നിട്ട് പാഷൻ ഫ്രൂട്ട് ബ്ലോക്കാണ്. ഇവിടെ പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 1 വർഷം പൂർത്തിയാകുകയാണ്. ഈ പാഷൻ ഫ്രൂട്ട് ബ്ലോക്ക് പ്ലാന്റ് ചെയ്തിട്ട് ഈ 1 വർഷം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 3.5 ടണ്ണ് കായ് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ പ്രധാനപ്പെട്ട വളം കൊടുക്കുന്ന വന്നിട്ട് ജീവാമൃതമാണ്. ഇവിടുത്തെ വളങ്ങൾ കൊടുക്കേണ്ട പ്രയോഗങ്ങളും ഇവിടുത്തെ കൃഷി അസിസ്റ്റന്റുമാർ ഞങ്ങളെ വിളിച്ച് ക്ലാസ് കയറുകയും ആ പ്രകാരം കൂടിയാണ് ഇവിടെ ഞങ്ങൾ വളപ്രയോഗം നടത്തുന്നത്. 23 ഹെക്ടർ പ്രകൃതിദത്ത വനമായാണ് പേരക്കാട് വളരുന്നത്. നെല്ലിയാമ്പതിയുടെ വന്യവശ്യതയിൽ വിളയുന്ന പേരയ്ക്ക ജാമായും ജെല്ലിയായും ഇവിടെ രൂപാന്തരപ്പെടുന്നു. 80 ഹെക്ടറിലെ കാപ്പി കൃഷിയാണ് ഫാമിന്റെ മറ്റൊരു പ്രധാന വരുമാനമാർഗം. സീസണിൽ കാപ്പി പറിക്കുന്നതിനും ഉണക്കുന്നതിനും കാപ്പി ബ്ലോക്കിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കും. പ്രാഥമിക സംസ്കരണം നടത്തിയാണ് റോബസ്റ്റ കാപ്പിക്കുരു വിപണനം നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നമുക്കൊരു 18 ടണ്ണോളം കിട്ടിയിട്ടുണ്ട്. ഇത്തവണയ്ക്കൊരു 30 ടണ്ണ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ വളം ചെയ്യലും കാര്യങ്ങളും. ഒരു വർഷത്തിൽ ഒരു ക്രോപ്പാണ് കോഫി ബ്ലോക്ക്. പിന്നെ കോഫി പൂക്കുന്നത് നമ്മളെ സാഹചര്യം അനുസരിച്ചിട്ട് ഒരു ഏപ്രിൽ മെയ് ആ സമയത്താണ്. മഴ അതിൻ്റെ മുന്നേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ പൂക്കളുണ്ടാവും. വാഴയുടെ 20ഓളം ഇനങ്ങൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. 3.5 ഹെക്ടറിൽ മാവും മിൽക്ക് ഫ്രൂട്ട്, ലോക്വെറ്റ്, ലോങ്കാൻ, റംബൂട്ടാൻ, ലിച്ചി, പീച്ച് തുടങ്ങിയ ഫലവൃക്ഷങ്ങളും വളർത്തുന്നു. ഫാമിന്റെ ഒരു ഭാഗത്ത് പുതുതായി ഒരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാണിത്. വിപുലമായ ഫലവർഗ സമ്പത്തിനൊപ്പം ശീതകാല പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാത്തരം പച്ചക്കറികളുടെയും മികച്ച ശേഖരവും ഫാമിന് സ്വന്തം. 14 ഹെക്ടറിൽ സാധാരണ പച്ചക്കറി കൃഷി കൂടാതെ 10 ഹെക്ടറിൽ 20ഓളം ശീതകാല പച്ചക്കറി വിളകളും ഇവിടെ പരിപാലിക്കുന്നു. ഇവിടെ നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ കൂൾ സീസൺ വെജിറ്റബിൾസ് ആണ് കൃഷി ചെയ്യുന്നത്. ഏകദേശം ഈ ഓറഞ്ചിൻ്റെ ഇടവിള ഉൾപ്പെടെ കുറച്ച് ഏരിയ തനിവിളയായിട്ടുള്ള ഏരിയയുണ്ട്. സ്ഥലങ്ങളിൽ മുഴുവൻ ഏകദേശം ഒരു 6 ഏക്കറോളം സ്ഥലത്താണ് നമ്മളിവിടെ പച്ചക്കറി ചെയ്തു വരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മളിവിടെ പ്രധാനമായിട്ടും ഒരു ഹൈ ടെക്നോളജി എന്നുള്ള നിലക്ക് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതികളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം അത് കൂടുതൽ വ്യാപകമാക്കിയിട്ടുണ്ട്. നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ചൈനീസ് ക്യാബേജ്, ലെറ്റ്യൂസ്, ബ്രസൽ സ്പ്രൗട്ട്, ഗ്രീൻ പീസ്, ബീൻസ്, ബട്ടർ ബീൻസ് തുടങ്ങി ഒരുവിധം എല്ലാ കൂൾ സീസൺ പച്ചക്കറികളും. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമ്മൾ ജമ്മു കാശ്മീരിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗാർലിക് വെറൈറ്റിയും നമ്മൾ ഇവിടെ ട്രയൽ അടിസ്ഥാനത്തിൽ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ സാധ്യമായ ഇടങ്ങളിലെല്ലാം ഓപ്പൺ പ്രിസിഷൻ രീതിയിൽ നിരനിരയായി നിറവിളവുമായി നിൽക്കുന്ന ശീതകാല പച്ചക്കറി വിളകളാണ് ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഫാമിലെ പ്രധാന ആകർഷണം. ഫ്രഷായി വിളവെടുക്കുന്ന ക്യാബേജും കോളിഫ്ലവറും ലെറ്റ്യൂസും ബ്രൊക്കോളിയുമെല്ലാം സെയിൽസ് കൗണ്ടറിൽ എത്തുന്ന മുറയ്ക്ക് ഞൊടിയിടയിൽ തന്നെ വിറ്റുപോകുന്നു. വിളവെടുപ്പ് സീസണായാൽ ഇവിടുത്തെ സ്വാതേറും ശീതകാല പച്ചക്കറി വിളകൾ വാങ്ങാൻ അയൽ ജില്ലകളിൽ നിന്നുവരെ ആവശ്യക്കാർ എത്തിച്ചേരുന്നു. ഇന്ന് ഫാമിലെ വിവിധ ബ്ലോക്കുകളിൽ ശീതകാല പച്ചക്കറി വിളകളുടെ വിളവെടുപ്പ് നടക്കുകയാണ്. നെല്ലിയാമ്പതിയുടെ കുളിരിൽ 100 മേനി വിളവുമായി നിൽക്കുന്ന
ഈ ശീതകാല സുന്ദരികളെ എത്ര കണ്ടാലും മതിവരില്ല. തുടുത്തു നിൽക്കുന്ന ക്യാബേജുകൾ എത്ര അനായാസമായാണ് ഒരേ താളത്തിൽ ഇവർ വലിച്ചെടുക്കുന്നത്. വലിച്ചെടുത്ത ശേഷം വേരിൽ നിന്നും മണ്ണ് കുടഞ്ഞു കളഞ്ഞ് പുറത്തെ ഇലകൾ മാറ്റി ക്രേറ്ററിൽ അടുക്കുന്ന ക്യാബേജുകൾ നേരെ എത്തുന്നത് സെയിൽസ് കൗണ്ടറിലേക്ക്. ക്യാബേജിന് ഇടവിളയായി നട്ട ലെറ്റ്യൂസും വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. കോളിഫ്ലവറിന്റെ വിളവെടുപ്പാണ് ഇന്ന് ഈ ബ്ലോക്കിൽ നടക്കുന്നത്. കുന്നത്തുപാടി ബ്ലോക്കിൽ പുതുതായി കൃഷിയിറക്കിയ ബ്രൊക്കോളി വിളവെടുപ്പ് തൊഴിലാളികൾ ആഘോഷിക്കുകയാണ്. പച്ചപ്പനന്തത്ത നിറത്തിൽ വിളഞ്ഞു തുടുത്ത ചൈനീസ് ക്യാബേജ് പുതിയ മുസമ്പി തോട്ടത്തിൽ പാകമായി നിൽക്കുന്നു. റാഡിഷും ക്യാരറ്റും ബീട്രൂട്ടുമൊക്കെ വിളവെടുപ്പിന് പാകമായി വരുന്നതേയുള്ളൂ. ഇങ്ങനെ ശീതകാല വിളകളുടെ നിറവേറും വർണ്ണക്കാഴ്ചകൾ കാണണമെങ്കിൽ നവംബർ ജനുവരി മാസങ്ങളിൽ നിങ്ങൾ ഫാം സന്ദർശിക്കണം. ബട്ടർ ബീൻസ് ഉൾപ്പെടെ ബീൻസിന്റെ വിവിധ ഇനങ്ങളും ഫാമിൽ വളർത്തുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ പരിപാലിച്ചു വരുന്ന ബട്ടർ ബീൻസ് കൃഷിയിടമാണിത്. കാർഷിക സർവകലാശാല ബീൻസുകളുടെ വിവിധ ഇനങ്ങൾ ഒരു ട്രയൽ ഇവിടെയും കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും മികച്ച ഇനങ്ങളായിട്ട് ഉൽപ്പാദനത്തിലും ടേസ്റ്റിലും ഇവിടുത്തെ 4 ഇനങ്ങളെയാണ് അവർ സ്ക്രീൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പഠനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഈ സീസണിൽ ബീൻസ് ഫാമിൽ കൃഷി ചെയ്യുകയും നമ്മൾ സെയിൽസ് ഔട്ട്ലെറ്റുകളിലൂടെ വിട്ടുകൊടുക്കുകയും ചെയ്യും. ഇവിടെ സന്ദർശകർക്കും ഇവിടുത്തെ ആളുകൾക്കും ഏറ്റവും പ്രിയമുള്ള ഒരു പച്ചക്കറി ഇനമാണ് ഇവിടുത്തെ ബീൻസ്. ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിനു പുറമെ പോളി ഹൗസ് ഹൈടെക് കൃഷിക്കും ഇവിടെ പ്രാമുഖ്യം നൽകുന്നു. പഴം, പച്ചക്കറി, പൂക്കൃഷിക്കും നടീൽ വസ്തു ഉത്പാദനത്തിനുമായി 9 പോളി ഹൗസുകളും 2 റെയിൻ ഷെൽട്ടറുകളും ഇവിടുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ നിർമ്മിച്ച ഈ പോളി ഹൗസിൽ സലാഡ് കുക്കുംബറാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നട്ടിട്ടുള്ളത് KPCH1 എന്ന് പറയുന്ന കാർഷിക സർവകലാശാല, കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള സാലഡ് കുക്കുംബറിൻ്റെ വെറൈറ്റിയാണ്. നമ്മളിതിലിപ്പോൾ 3ാമത്തെ ക്രോപ്പാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തെ വിള നമ്മളിതിൻ്റെ ഈ 10 സെൻറ്റ് വരുന്ന ഈ പോളി ഹൗസിൽ നമ്മൾ സാലഡ് കുക്കുംബർ ചെയ്തിട്ട് നമുക്ക് 2 ടൺ വിളവെടുക്കാൻ കഴിഞ്ഞു. കറക്റ്റ് 34ാമത്തെ ദിവസം ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു വള്ളിയിൽ നിന്ന് തന്നെ 22 കായകൾ, 200-250 ഗ്രാമുള്ള 22 കായകളാണ് യൂണിവേഴ്സിറ്റി അവകാശപ്പെടുന്നത്. നമുക്ക് 28-30 വരെ കായകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന് കൃത്യമായ ഫെർട്ടിഗേഷൻ ഷെഡ്യൂളും ഒക്കെ കൊടുത്ത് ഇതിനെ തൊഴിലാളികളുടെയും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥിരമായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രോപ്പ് റൊട്ടേഷൻ എന്നുള്ളതൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ തക്കാളിയാണ് ചെയ്തത്. ഇത് നമ്മളിവിടെ തന്നെ നമ്മുടെ ഫാം ഗേറ്റിലുള്ള സെയിൽസ് ഔട്ട്ലെറ്റിൽ 40 രൂപയ്ക്ക് നമ്മളിത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിള ഉത്പാദനത്തിനുള്ള മറ്റൊരു പോളി ഹൗസിൽ ക്യാപ്സിക്കവും ബീട്രൂട്ടും വിളയുന്നു. തുടുത്തു മിനുത്ത് ആരുടെയും മനം കവരുന്ന ക്യാപ്സിക്കം വിളവെടുപ്പിന് പഞ്ചായത്ത് പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. തുറന്ന പ്രിസിഷൻ രീതിക്കൊപ്പം പോളി ഹൗസിൽ ഹൈടെക് രീതിയിലും വിജയകരമായി സ്ട്രോബെറി കൃഷി ചെയ്യുന്നു. പഴങ്ങളായാലും പച്ചക്കറികളായാലും ഇവിടെ വിളയുന്നതെല്ലാം മികച്ച മൂല്യവർദ്ധിത ഉത്പന്നങ്ങളാക്കി മാറ്റുന്നു. പഴം, പച്ചക്കറി കൃഷിക്കൊപ്പം അലങ്കാര പൂച്ചെടി കൃഷിയും നടീൽ വസ്തു ഉത്പാദനവും ഫാമിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ ഭൂപ്രകൃതിയിൽ എടുത്തു പറയേണ്ട ഒരു ഇതാണ് പൂച്ചെടികൾ, അലങ്കാര പൂച്ചെടികൾ. അതിൻ്റെ വലിയൊരു ശേഖരം നമുക്കുണ്ട്. ഹൈഡ്രാഞ്ചിയ, പോയിൻസെറ്റിയ, ചെമ്പരത്തിയുടെ 20ഓളം കളറുകളിലെ ചെമ്പരത്തി പൂക്കൾ, അതുപോലെ തന്നെ ബൊഗെയിൻവില്ല തുടങ്ങി വളരെ റയർ പ്ലാന്റ്സ് ആയിട്ടുള്ള ഒരുപാട് ഫോളിയേജസ് ആൻഡ് സക്കുലൻസ്, ഓർക്കിഡ്സിൻ്റെ നല്ലൊരു ശേഖരം അതിന് പ്രത്യേകമായ ഒരു പോളി ഹൗസ് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇവിടുത്തെ പൂച്ചെടികളും. അതിൻ്റെ വിൽപ്പനയിലൂടെ നമുക്ക് നല്ലൊരു വരുമാനവും കിട്ടിവരുന്നുണ്ട്. 7ാം നമ്പർ പോളി ഹൗസ് വ്യത്യസ്ത തരം ഓർക്കിഡുകൾക്കും കാക്ടസിനും എയർ പ്ലാന്റുകൾക്കും മാറ്റിവച്ചിരിക്കുന്നു. 3ാം നമ്പർ പോളി ഹൗസിൽ ഗ്രൗണ്ട് ഓർക്കിഡ്, വംശനാശ ഭീഷണിയുള്ള നൺസ് ഓർക്കിഡ്, ആന്തൂറിയം എന്നിവയുടെ വംശവർദ്ധനയാണ് പ്രധാനമായും ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് സ്പാത്തോഗ്ലോട്ടിസ് വെറൈറ്റിയിൽപ്പെട്ട ഗ്രൗണ്ട് ഓർക്കിഡാണുള്ളത്. അതുകൂടാതെ നൺസ് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസും നമുക്കിവിടെ ലഭ്യമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഓർക്കിഡുകൾക്ക് സ്മെല്ലുണ്ടാവില്ല, ഇതിന് നല്ല സുഗന്ധമാണ്. നമ്മൾ പൂക്കുന്ന ടൈമിലൊക്കെ ഈ പോളി ഹൗസ് മൊത്തം അതിൻ്റെ സുഗന്ധം കൊണ്ട് നിറയും.
പഴം, പച്ചക്കറി, പൂക്കൾ, സുഗന്ധവിളകൾ എന്നിവയുടെ നടീൽ വസ്തു ഉത്പാദനമാണ് ഫാമിലെ മറ്റൊരു മികച്ച വരുമാനമാർഗം. ഓറഞ്ച്, മാവ്, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയ ഫലവിളകളുടെ തൈയുത്പാദനം നടക്കുന്ന റെയിൻ ഷെൽട്ടറാണിത്. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് രീതികളിലൂടെ നെല്ലിയാമ്പതിയുടെ സ്വന്തം നാടൻ ഓറഞ്ചും പേരയ്ക്ക, മാവ്, നാടൻ മാവുമൊക്കെ പൊതുജനങ്ങൾക്ക് വാങ്ങാൻ അവസരമൊരുക്കുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ 70,000-ഓളം തൈകളാണ് കഴിഞ്ഞ വർഷം ഫാമിൽ ഉത്പാദിപ്പിച്ചത്. ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമ്മളെ സാധാരണ എല്ലാവരും സപ്ലൈ ചെയ്യുന്ന പോലുള്ള മാങ്ങ ഇനമല്ല. നമ്മുടെ നെല്ലിയാമ്പതിയുടെ തന്നെ ഒരു ഇനമായ പേരയ്ക്ക മാങ്ങ പ്ലാവിൽ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ വിയറ്റ്നാം സൂപ്പർ ഏളി, സിംഗപ്പൂർ ജാക്ക് എന്നിവയും ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേര, തായ്ലാൻഡ് വെറൈറ്റി പേരകൾ നമ്മളിവിടുന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പോളി ഹൗസിലാണെങ്കിൽ തന്നെ ഇറിഗേഷൻ പൂർണ്ണമായും ഹൈടെക് രീതിയിലാണ് ചെയ്തു വരുന്നത്. നമ്മൾ ഈ പോളി ഹൗസിൽ പാഷൻ ഫ്രൂട്ട് തൈ അല്ലാണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്, മിൽക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ മുള്ളാത്ത, കൊടംപുളി അങ്ങനെയുള്ള വിവിധ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളും അതുപോലെ ഓർണമെൻറ്റൽസും തൈകൾ ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷത്തോളം തൈകൾ നമ്മളിവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഓറഞ്ച് ഇത് മുൻകാലങ്ങളിൽ മുതൽ ഇവിടെ നെല്ലിയാമ്പതി മേഖലയിൽ ഉണ്ടായിരുന്ന ഇതാണ്. നല്ല മണവും അതുപോലെ തന്നെ നല്ല മധുരവുമുള്ള ഓറഞ്ചാണ്. ബ്രിട്ടീഷുകാരെ കാലം മുതൽ നട്ട് ഉണ്ടായി വരുന്നൊരു ഓറഞ്ചാണ്. നമ്മൾ ഈ വർഷം മുതൽ അത് ഗ്രാഫ്റ്റ് ചെയ്ത് കർഷകർക്കും എല്ലാ മറ്റുള്ള ടൂറിസ്റ്റുകൾക്കും നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. മികച്ച പരിശീലനം ലഭിച്ച തൊഴിലാളികൾ തയ്യാറാക്കുന്ന ഗ്രാഫ്റ്റ്, ബഡ് തൈകൾക്ക് അയൽ ജില്ലകളിലെ കൃഷിഭവനുകളിൽ പോലും നല്ല ഡിമാൻഡാണ്. ഞങ്ങളൊരു 3 പേര് ടീം വർക്കാണ് ചെയ്യുന്നത്. ഇത് വെങ്കടേശ്വര കല, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, മാണിക്ക് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ 3 പേരായിട്ട് ടീം വർക്കായിട്ടാണ് ഈ ഗ്രാഫ്റ്റ്, ബഡ്, ലെയർ ചെയ്യുന്നത്. നമ്മളിവിടെ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തന്നു. ഞങ്ങളതിൽ വളരെ ഭംഗിയായിട്ട് തന്നെ പഠിക്കുകയും വളരെ ഭംഗിയായിട്ട് തന്നെ ഗ്രാഫ്റ്റ്, ബഡുകളെല്ലാം ചെയ്തു തുടങ്ങി. അപ്പോൾ തൈകൾ ഞങ്ങൾ കൊടുക്കുന്നത് മാംഗോയും ഓറഞ്ചും അങ്ങനെ പല ഫ്രൂട്ട്സ് ഇനങ്ങളുടെ തൈകളാണ് കൊടുക്കുന്നത്. പല കൃഷിഭവനിൽ ഞങ്ങൾ ഇപ്രാവശ്യം കൊടുത്തവിടെയൊക്കെ നല്ല റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം ഇത്രയും നല്ല തൈ ഇതിനു മുമ്പൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. വിവിധ ഇനം ശീതകാല പച്ചക്കറി തൈകളുടെ തൈകൾ മികച്ച രീതിയിലാണ് ഈ പോളി ഹൗസിൽ വളർത്തിയെടുക്കുന്നത്. ഫലവർഗ്ഗങ്ങളുടെയും അലങ്കാര പൂച്ചെടികളുടെയും നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതിന് മികച്ച ഒരു മാതൃശേഖരവും ഇവിടെ പരിപാലിക്കുന്നു. കുരുമുളകിന്റെ വിവിധ ഇനങ്ങൾ സന്ദർശകർക്ക് മനസ്സിലാക്കുന്നതിനായി കോളങ്ങളിൽ വളർത്തിയിരിക്കുകയാണ് ഈ പോളി ഹൗസിൽ. ഇഷ്ടമുള്ള ഇനങ്ങൾ ആവശ്യക്കാർക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. നാഗപ്പതി രീതിയിൽ പ്രവർത്തനം ചെയ്യുന്ന കുരുമുളക് തൈകളാണ് വിൽപ്പനയ്ക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ പ്ലാസ്റ്റിക് കൂടകൾക്ക് പകരം ജിഫി ബാഗുകളിലാണ് ഫലവൃക്ഷ തൈകൾ തയ്യാറാക്കുന്നത്. ഇവിടെ തയ്യാറാക്കുന്ന പഴച്ചെടികളുടെയും പൂച്ചെടികളുടെയും നടീൽ വസ്തുക്കൾ പ്രദർശിപ്പിക്കാനും സന്ദർശകർക്ക് ആവശ്യമായവ തിരഞ്ഞെടുത്ത് വാങ്ങാനും സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു കാർഷിക നടീൽ വസ്തു വിപണന കേന്ദ്രം അഥവാ മോഡൽ ഫാമും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മികവുറ്റ ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമാണ് ഫാമിന്റെ മികച്ച നേട്ടത്തിന് പിന്നിലെന്ന് സൂപ്രണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. നിലവിൽ ഫാമിൽ 91 സ്ഥിരം തൊഴിലാളികൾ ഉൾപ്പെടെ 138 തൊഴിലാളികളും 15 ജീവനക്കാരും ഉൾപ്പെടുന്നൊരു ടീമാണ് ഈ ഫാമിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 34 ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ട് തൊഴിലാളികളെ തന്നെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് കൃഷി അസിസ്റ്റന്റുമാർക്ക് അതിൻ്റെ ചുമതല നൽകിക്കൊണ്ട് ഒരു ടീം അപ്രോച്ച് നിലയിലാണ് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഫാമിൽ നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം ഫാമിലിപ്പോൾ നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഫാമിന്റെ ഓരോ നേട്ടങ്ങളും തങ്ങളുടെ സ്വന്തം നേട്ടങ്ങളായി ഇവർ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ നെല്ലിയാമ്പതി ഫാമിലെ എല്ലാവരും കൂട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ ഫാമിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിൽ സർക്കാരും ഗവൺമെൻറ്റും ഒപ്പം നിൽക്കുന്ന മുറയ്ക്ക് കൂടുതൽ വൈവിധ്യവൽക്കരണത്തിലൂടെ നമ്മുടെ കൂടുതൽ വിപുലീകരണത്തിലൂടെ നമ്മുടെ ഫാമിനെ മാറ്റിയെടുക്കാൻ കഴിയും. രാവിലെ 7:30 മസ്റ്ററിംഗ് ആരംഭിക്കും. ഹാജർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരവർക്ക് അനുവദിച്ച ബ്ലോക്കുകളിലേക്ക് തിരിക്കും. ബ്ലോക്ക് തിരിച്ചുള്ള ടീം അപ്രോച്ചും
ഫാമിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സഹായകമായി. ഇവിടെ ഞങ്ങളിപ്പോൾ പച്ചക്കറി പറയുമ്പോൾ ബ്ലോക്കായിട്ട് തിരിച്ചിട്ടാണ് ചെയ്യണത്. ഞങ്ങൾ കാലത്ത് എല്ലാം വന്ന തൊഴിലാളികൾ ഓരോ ചെടികളും ഓരോ മരങ്ങളും ഓറഞ്ച് ആണെങ്കിലും എല്ലാത്തിൻ്റെ അടുത്തും പോയിട്ട് മരങ്ങളും ചെടികളും പരിപാലിച്ചതിന് ശേഷം ഞങ്ങൾ ബാക്കി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് വർക്ക് ഞങ്ങൾ ചെയ്യും. പരമ്പരാഗത കൃഷിരീതികൾക്കൊപ്പം ആധുനിക കൃഷിരീതികളും സ്വായത്തമാക്കാൻ തൊഴിലാളികൾ എന്നും സന്നദ്ധരാണ്. കാലാകാലങ്ങളായിട്ടുള്ള ആ രീതികളൊക്കെ ഒന്ന് മാറി ഓപ്പൺ പ്രിസിഷൻ ഫാമിൻ്റെ രീതിയിൽ അത് തൊഴിലാളികൾക്ക് തന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു രീതിയിലാണ് ആ വർക്കുകൾ നടക്കുന്നത്. കാരണം കള പറിക്കാനും മറ്റുള്ള കീടനാശിനികളും അധികം ഉപയോഗിക്കാതെ ജൈവമായിട്ടുള്ള വളവും ചാണകപ്പൊടി തുടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതി ഫാമിനെ തന്നെ ഇപ്പോൾ വളരെയേറെ ലാഭത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലെ കൃഷിപ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ഫാം ടൂറിസത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കും തങ്ങളുടെ വൈദഗ്ധ്യവും സേവനവും നൽകാൻ ഇവർ സദാ സന്നദ്ധരാണ്. ഫാമിൽ തൊഴിലാളികൾക്ക് താമസിക്കാൻ ക്വാർട്ടേഴ്സ് സൗകര്യവുമുണ്ട്. ഫാമിൽ നിലവിലുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പഴയ കെട്ടിടങ്ങൾ സ്മാരകമായി നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ഫാം അധികൃതർ. നെല്ലിയാമ്പതിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നിന്നും കാർഷിക ഉത്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ, മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ എന്നിവ സൗകര്യപ്രദമായി വാങ്ങാവുന്ന രീതിയിൽ പ്രവേശന കവാടത്തിനരികിൽ തന്നെയാണ് സെയിൽസ് കൗണ്ടർ സജ്ജീകരിച്ചിട്ടുള്ളത്. ടിക്കറ്റ് കൗണ്ടറും കവാടത്തിനരികെ തന്നെയാണ്. പ്രകൃതിയാൽ അനുഗ്രഹീതമായ മികച്ച കാലാവസ്ഥ, മികച്ച കൃഷിരീതികൾ, മൂല്യവർദ്ധന രംഗത്തെ മുന്നേറ്റം, ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും തൊഴിലാളികളും. നേട്ടങ്ങളുടെ നെറുകയിൽ നെല്ലിയാമ്പതി ഫാം എത്തിച്ചേർന്നതിന് കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മികച്ച നടീൽ വസ്തുക്കളും മൂല്യവർദ്ധിത ഉത്പന്നങ്ങളും കാർഷിക ഉത്പന്നങ്ങളുമായി സഞ്ചാരികളുടെ ഹൃദയം കവർന്ന് മികച്ച നേട്ടമാണ് ഫാം ചുരുങ്ങിയ കാലയളവിൽ കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471482 9383471482